ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ദ്വീപ്, ലെമർ എന്ന വന്യജീവിയാൽ ഏറ്റവും പ്രശസ്തമായ ഒരു നാട്, ഫ്ലോറയുടെയും ഫോണയുടെയും സുന്ദരങ്ങളായ ഓർക്കിഡ് പുഷ്പങ്ങളുടെയും നാട്, ദിവസേന $2 താഴെ മാത്രം വരുമാനമുള്ള മഹാഭൂരിപക്ഷത്തിൻ്റെ നാട്, യേശുവിനെ രക്ഷകനായും ജീവിതത്തിലേക്കും സ്വീകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മഹാജനതയുടെ നാട്. അതെ, മഡഗാസ്കർ എന്ന മഹാദ്വീപിൻ്റെ പോർട്ട് ബെർഷെ എന്ന രൂപതയുടെ ഇടയൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോർജ് വർക്കി പുതിയാകുളങ്ങരയാണ് ഇന്ന് വോയിസ് ഓഫ് ദ ചർച്ചിൽ നമ്മളോടൊപ്പമുള്ളത്. പ്രിയ പിതാവേ, അങ്ങേക്ക് ശാലോം ടി വിയിലെ വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിതാവേ, യാത്ര ചെയ്യാൻ വാഹനങ്ങളോ അല്ലെങ്കിൽ ഗതാഗത സൗകര്യങ്ങളോ വളരെ പരിമിതമായ ഒരു ദേശത്ത് അങ്ങയുടെ ത്യാഗപൂർണമായ നേതൃത്വത്തിൽ 15 ഇടവകകൾ, അതിൽ തന്നെ 44 വൈദികർ, 67 സിസ്റ്റേഴ്സ്, കത്തീഡ്രൽ ദേവാലയം, ബിഷപ്സ് ഹൗസ്, പാസ്റ്ററൽ സെൻറ്റർ, പിന്നെ അടുത്ത നാളിൽ കൂദാശ ചെയ്യപ്പെട്ട ഒരു തീർത്ഥാടന ദേവാലയം, 337 മതബോധന ട്രെയിനേഴ്സ്, 305 മാസ് സെൻറ്റേഴ്സ്, 38,000-ലധികം വിശ്വാസികൾ, 44 സ്കൂളുകൾ. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ദൈവാനുഗ്രഹത്തെ? ഇപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന പോലെ, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ദൈവം എന്നിൽ ചൊരിഞ്ഞ ആ കൃപ ഞാൻ ഒരിക്കലും വ്യർത്ഥമാക്കിയിട്ടില്ല. ഞാൻ അധ്വാനിച്ച് ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന പോലെ, ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാനിന്ന് എന്ത് ചെയ്യുന്നുവോ അതെല്ലാം ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ക്രിസ്തു പഠിപ്പിച്ചതനുസരിച്ച് ക്രിസ്തുവിൻ്റെ ആ പ്രകാശം ആ മഡഗാസ്കറിലെ എൻ്റെ രൂപതയിൽ എത്തിക്കുന്നതിനായിട്ട് എൻ്റെ ജീവിതം തന്നെ ക്രിസ്തുവിൻ്റെ ഒരു സന്ദേശമായി തീരുവാനായിട്ടാണ് ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഞാൻ ആരെ കണ്ടാലും എവിടെ പോയാലും ആ ക്രിസ്തുവിൻ്റെ ആ മുഖം, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, ദയയുടെ ആ മുഖം മറ്റുള്ളവരെ എൻ്റെ സംഭാഷണത്തിൽ കൂടി, വർത്തമാനത്തിൽ കൂടി, പ്രവൃത്തിയിൽ കൂടി കാണിക്കുവാനായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ മഡഗാസ്കറിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഭാഷ, അതിനു മുമ്പ് പാരീസിൽ വെച്ച് ഫ്രഞ്ച് ഭാഷ പഠിച്ചു. അതൊരു ഫ്രഞ്ച് കോളനിയായിരുന്നു. ഇത് പറഞ്ഞ പോലെ ധാരാളം, ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട 2ാമത്തെ രാജ്യമാണ് ഇന്ന് മഡഗാസ്കർ. ശരിയായിട്ടും UN-യുടെ കണക്ക് അനുസരിച്ച് 90% വളരെ പ്രതിദിനം $2 താഴെ മാത്രം വരുമാനമുള്ളത്. നമുക്കറിയാം, ഇവിടെ ഈ നമ്മുടെ കേരളത്തിൽ പണ്ട് കുറിച്യരും അല്ലെങ്കിൽ പണിയന്മാരുമൊക്കെ ജീവിച്ചിരുന്ന പോലെ ജീവിക്കുന്ന 18 ഗോത്രവർഗ്ഗക്കാർ മഡഗാസ്കറിൽ. പുല്ല് മേഞ്ഞ വീട്, മണ്ണുകൊണ്ടുള്ള പിന്നെ ഭിത്തി, അല്ലേ, ഈറ്റ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പൊതു കക്കൂസുകളോ അങ്ങനെ സംവിധാനങ്ങളോ ഒന്നും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വളരെ ദയനീയമാണ് അവർ. അതെ. അപ്പം അവർ ആ ഈശോ നമ്മളോട് പഠിപ്പിച്ച ആ പ്രകാശം, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നല്ലതായി വരട്ടെ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയാണ്. ഒരു ആത്മീയത മാത്രമല്ല, അവരുടെ ഭൗതിക ജീവിതത്തിൽ കൂടി ഒരു പ്രകാശമായി മാറുകയാണ് തീർച്ചയായിട്ടും മഡഗാസ്കറിലെ പോർട്ട് ബെർഷെ എന്ന ഈ രൂപത. അതെ, ഞാൻ അവിടെ ചെന്നപ്പോൾ, ആ രൂപതയിൽ ചെന്നപ്പോൾ, ഒരു മിഷണറിയായി ചെന്നപ്പോൾ 1987 അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഇടവകയിലെ ഒരച്ഛൻ പറഞ്ഞു, ഭാഷ ശരിക്ക് അറിയത്തില്ലായിരുന്നു, മലഗാഷി അല്ലെങ്കിൽ ഫ്രഞ്ച് കുറേശ്ശെ അറിയായിരുന്നു, കുറച്ച് പഠിച്ചതുകൊണ്ട്. അന്നേരം അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ ആ സാന്നിധ്യം തന്നെ ഒരു വലിയൊരു സുവിശേഷവൽക്കരണത്തിന് സഹായിക്കും എന്ന്. എന്തിനാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് എന്ന് അവരോട് പറയുക. അപ്പം ക്രിസ്തുവാണ് നമ്മെ വിളിച്ചു വിട്ടത്. കാരണം ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ഒരു ആപ്തവാക്യം എന്താണ്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കുന്നതായി എന്നെ അയച്ചിരിക്കുന്നു എന്ന്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വൈദികൻ എത്തിയതിന് ശേഷം ബിഷപ്പാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഒരുപക്ഷെ അങ്ങാവാം. സീറോ മലബാർ സഭയിൽ നിന്നും ഇന്ത്യയുടെ പുറത്ത് വേറെ ആരുമായിട്ടില്ല. അതെ, നമുക്ക് സീറോ മലബാർ പിന്നെ അമേരിക്കയിലോ അതുപോലെ വേറെ സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ടൊരു മിഷണറിയെ ഒരു രൂപതയുടെ അധികാരിയായിട്ട് നിയമിച്ചത് നവംബർ 24, 2008 അന്ന് അത് വിയറ്റ്നാമിലെ രക്തസാക്ഷികളുടെ തിരുനാൾ ദിവസമായിരുന്നു. ഈ പിതാവിൻ്റെ വൈദിക ജീവിതത്തിലെ 42 വർഷങ്ങൾ, അതിൽ തന്നെ 37 വർഷവും
ഈ മഡഗാസ്കറിൽ ഈ ആഫ്രിക്കൻ രാജ്യത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ അല്ലെ സുവിശേഷവൽക്കരണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അങ്ങ് മാറ്റിവെച്ചത്. എനിക്കൊന്ന് അത്ഭുതകരമാണ് ആ യാത്ര. മെത്രാൻസിനായി 15 വർഷങ്ങൾ അവരോടൊപ്പം അവരെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പിതാവെ, അവിടുത്തെ ആളുകളുടെ ജീവിതഗതിയിൽ ആത്മീയമായി അവർ ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കുണ്ട് ദൈവത്തെ അറിയാൻ. അതിനൊക്കെയുള്ള സാധ്യത ഈ 47 വൈദികരെ മാത്രം വെച്ച് അങ്ങേക്ക് പൂർണ്ണമായും അവർക്ക് അത് ഉൾക്കൊള്ളാൻ അല്ലെ അത് നടപ്പിലാക്കാൻ അങ്ങേക്ക് കഴിയുന്നുണ്ട്? ഞാൻ അവിടെ ചെന്നപ്പോൾ 2009 ആ രൂപതയിൽ 18 വൈദികരെ ഉണ്ടായിരുന്നുള്ളൂ. അത് 5 വലിയ ഇടവകൾ, അപ്പം ഏകദേശം 167 ചെറിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സുവിശേഷവൽക്കരണത്തിന് നന്നായിട്ട് നടക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാനതേപ്പറ്റി ഒന്ന് പഠിച്ചു. അവിടെയുള്ള ജനങ്ങളോടുകൂടി, അച്ഛന്മാരോടുകൂടി അപ്പോൾ കണ്ടു അവിടെയുള്ള ജനങ്ങളുടെ ഏകദേശം 6 ലക്ഷത്തിൽ പരം ജനങ്ങളുണ്ടായിരുന്നു. അവരിൽ 17,000 പേരെ ക്രിസ്ത്യാനികളായിട്ട് എൻ്റെ രൂപതയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പം എന്താണ് അവിടെ ഒരു ഈ തടസ്സമായി നിൽക്കുന്നതെന്ന്. അറിയാനുള്ള തടസ്സം എന്താ? അതെ, തടസ്സം എന്താണെന്ന്. അപ്പോൾ ചോദിച്ചാൽ അധികം പേർക്കും വിദ്യാഭ്യാസമല്ല. 85% ജനങ്ങൾക്ക് ഈ 6 ലക്ഷം പേരിൽ വായിക്കുവാനും എഴുതുവാനും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ പറഞ്ഞു, നമുക്ക് വിദ്യാഭ്യാസമാണ് ആദ്യമായിട്ട് ഇവർക്ക് കൊടുക്കുക. അതിനുശേഷം വിശ്വാസത്തെപ്പറ്റി പറയുക, കാറ്റക്കിസം പഠിപ്പിക്കുക. അതിനുശേഷം ഈ മനുഷ്യർക്ക് നന്നായിട്ട് കൃഷി ചെയ്യാനും അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് അവരെ സഹായിക്കുക എങ്ങനെയാണെന്ന്. കാരണം അവിടുത്തെ ജനങ്ങൾ പഴയ രീതിയിലാണ് കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കൃഷി എന്താണ്, നെല്ല് വിതച്ചു, അത് കള പറിക്കൊന്നുമില്ല. ആ നെല്ല് വിതച്ചതിൻ്റെ കതിര് വിളയുമ്പോൾ അത് പോയിട്ട് കണ്ടിച്ചെടുക്കുന്നു. അതിനുശേഷം അത് ഉരലിലിട്ട് കുത്തി അത് ചോറായിട്ട്. അതായത് ഒരു 60-70 വർഷം മുമ്പ് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന, ഭാരതത്തിലുണ്ടായിരുന്ന, അതിലും കൂടുതലെന്ന് പറയാം, അതിലും കൂടുതൽ 10-100 വർഷം കൊണ്ട് അങ്ങനെയുള്ള ആ ജനങ്ങളിലേക്ക് പിന്നെ അവർക്ക് അവർ ഒരു നല്ല ഒരു ജീവിതം തിരഞ്ഞെടുക്കുവാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് യുവജനങ്ങൾ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെ 17 സ്കൂളുകളെ ഉണ്ടായിരുന്നുള്ളൂ. 40 സ്കൂളുകളായി. ഇപ്പോൾ 44 സ്കൂളുകളായി അവിടെ. അപ്പം വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഈ സ്കൂളുകൾ തന്നെ നമ്മുടെ ആ വിശ്വാസത്തെപ്പറ്റി പഠിപ്പിക്കുവാനൊരു നല്ല സ്ഥലമാണ്. കുട്ടികളെപ്പറ്റി ധാരാളം പേര് മാമോദിസ സ്വീകരിക്കുന്നുണ്ട്. അതും അവിടുത്തെ ആ ജനങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം അവരുടെ ആ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, ആ കുട്ടികളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് അവരുടെ പേരൻസ് വളരെ സന്തോഷവാന്മാരാണ്. മഡഗാസ്കർ എന്ന ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ ദ്വീപിലെ ഭരണാധികാരികളായിട്ടുള്ളത് അതൊരു ക്രിസ്ത്യൻ രാജ്യമൊന്നുമല്ല. പക്ഷെ അവിടെ ഭരണാധികാരികളായിട്ടുള്ളതിലെ എനിക്ക് തോന്നുന്നു മഹാഭൂരിപക്ഷവും ക്രൈസ്തവരാണ്, ക്രിസ്ത്യാനികളാണ്. അതിനുള്ള കാരണവും ഈ വിദ്യാഭ്യാസമായിരിക്കും. അതെ, ഇത് ഒരു ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പറയാം. ഏറ്റവും എൻ്റെ രൂപതയിൽ 92% ഈ ട്രൈബൽ ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു മതം ഒന്നും ഇല്ല. അപ്പോൾ ആനിമിസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പം മരിച്ചു പോയ ആ പൂർവികരെ ഓർത്ത് അവരുടെ ആത്മാക്കളെ വിളിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. അവർക്ക് പ്രത്യേകമായിട്ടൊരു മതമില്ല. അപ്പോൾ അവരോട് നമ്മുടെ ആ ക്രിസ്തീയ വിശ്വാസത്തെപ്പറ്റി പറയുക, നമ്മുടെ ജീവിതം അവർക്കൊരു സന്ദേശമായി തീരണം. എന്തിനാണ് അവരുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന്. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് അവിടെ ഒരു വില്ലേജിൽ ചെന്നാൽ അവിടെയുള്ള ആ മനുഷ്യരെ ഒന്നിച്ച് എല്ലാവരെയും അവരുടെ വില്ലേജ് ഹെഡുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളോട് ഒന്നിച്ച് കണ്ടിട്ട് സംസാരിക്കും. എന്താണ് നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി പറയാനുള്ളത്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് ഇവിടെ. അപ്പോൾ അതിനുശേഷം ഞാൻ പറയും അവിടെ വിദ്യാഭ്യാസത്തെപ്പറ്റി, കൃഷി ചെയ്യുന്നതിനെപ്പറ്റി, കാര്യങ്ങളെപ്പറ്റി. പല കൃഷികളും അവിടെ ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷേ അറിവില്ലാത്തതുകൊണ്ട് അവരതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവരോട് ഞാൻ പറയും, ലോകത്തിലെ ഏറ്റവും ധനികമായ രാജ്യം അമേരിക്കയാണ്. അമേരിക്കയുടെ ഭക്ഷണം കഴിക്കുന്നതാണ് അവിടെ ഈ മെയ്സാണ്, ചോളമാണ്. ഇവിടെ നമുക്ക് ചോളം കൃഷി ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ചോളം കൃഷി ചെയ്ത് അത് ഉപയോഗിക്കാനായിട്ട് നാം പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ വേറെ ഉള്ള അരി മാത്രമല്ല എന്നുള്ളത്. അവിടെ അരി രാവിലെയും അരി ഭക്ഷണം, ഉച്ചയ്ക്കും അരി ഭക്ഷണം, വൈകുന്നേരവും അരി ഭക്ഷണമാണ് അവർക്ക്. അത് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന പോലെയോ അതുപോലെ നമ്മുടെ ഇവിടെ പാകം ചെയ്യുന്ന പോലെ അല്ല അവരുടെ പാകം ചെയ്യുന്നത്, അവരുടേതായ രീതിയിൽ. അപ്പം അവരെ അതിൽ നിന്നും ഒരു നല്ല ഒരു മോട്ടിവേഷന്, ഒരു ജീവിത ലക്ഷ്യം ഉണ്ടാകുന്നതിനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. പിതാവേ, ഈ മിഷൻ്റെ കാഴ്ചപ്പാടുകൾ, പ്രവർത്തനങ്ങൾ
ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. വളരെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പറയുന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നത്. മതപരിവർത്തനമാണ് ഈ മിഷൻ പ്രവർത്തനങ്ങളെല്ലാം ലക്ഷ്യമെന്ന് ഒരു വിഭാഗം ആരോപിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. മദർ തെരേസയെപ്പോലും മതപരിവർത്തനത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്ന ഒരു യുഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് അതിനെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? അവിടെ ഇത് ശരിക്കും മതപരിവർത്തനമല്ല നടത്തുന്നത്, മനപരിവർത്തനമാണ് നടക്കുന്നത്. നമ്മൾ അവരോട് നമ്മുടെ ജീവിതത്തെപ്പറ്റി പറയുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ ഈ ലോകം മുഴുവൻ എവിടെ ക്രിസ്ത്യാനികളുണ്ടോ അവിടെ ഒരു മനപരിവർത്തനം വന്നിട്ട് അവിടെ അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ജനങ്ങൾ. ഇപ്പം ലോകത്തിൻ്റെ എങ്ങും ആദ്യമായിട്ട് പിന്നെ യൂറോപ്പിൽ അവിടുത്തെ ആ വികസനം വന്നത് വിശുദ്ധ ബെനഡിക്റ്റ് പുണ്യവാന്മാരിലാണ്. അപ്പോൾ അവിടെ മൊണസ്ട്രി ഉണ്ടായിരുന്നു. ആ മൊണസ്ട്രിയിൽ ആശ്രമത്തിൽ വായിക്കുക, എഴുതുക, അതുപോലെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആ മനപരിവർത്തനം വരുന്നതിനായിട്ടാണ് നമ്മൾ സഹായിക്കുന്നത്. അപ്പോൾ ആ പരിവർത്തനം വന്നതിന് ശേഷം നമ്മുടെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മിഷണറിമാർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇവർ പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ, ഈശോയെ പ്രാർത്ഥിക്കുന്നത് വേണ്ടിയിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളെയും പിന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന്. അങ്ങനെ ധാരാളം പേര് ചോദിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ പിന്നെ നമ്മുടെ വിശ്വാസത്തെപ്പറ്റി കൂടുതലായിട്ട് സഭ എന്താണ് പഠിപ്പിക്കുന്നത് അതേപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ട് അവർ പിന്നെ സാധാരണയായിട്ട് 2-3 കൊല്ലം കാറ്റക്കിസ്റ്റന്മാർ പഠിക്കണം, മുതിർന്നവർ. അതിനുശേഷം കാറ്റക്കുമേന എന്ന് പറയും. അതിനുശേഷമാണ് അവർക്ക് മാമോദിസ കൊടുക്കുന്നത്. അതുപോലെ മറ്റുള്ള ശരിക്കും അവിടെ ഇപ്പോൾ കാറ്റക്കുമേന എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പിതാവ് പറഞ്ഞു 337 മതബോധന ഇൻസ്പെക്ടേഴ്സ് അല്ലേ എന്ന വാക്കാണ്. അതെ, അവരെ അങ്ങനെ ഉള്ള അൽമായരെ ആ സുവിശേഷം പഠിപ്പിച്ച് മതബോധനം പഠിപ്പിച്ച് അങ്ങനെ അങ്ങനെ വൈദികരുടെ എണ്ണം വളരെ കുറവാണ്. അതിലൂടെ ഒന്നും സാധ്യമാവില്ല എന്ന് പിതാവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അൽമായരെ ആ രീതിയിൽ പഠിപ്പിച്ച് വളർത്തി വിത്ത് വിതയ്ക്കുവാൻ, ആൾക്കാരെ നേടാൻ പിതാവ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെ, വാസ്തവമാണ്. വിളവേറെ വേലക്കാർ ചുരുക്കമെന്ന്. വൈദികർ അല്ലെങ്കിൽ വേറെ സിസ്റ്റേഴ്സോ തീരെ കുറവാണ്. അവിടെ യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ധാരാളം പ്രദേശങ്ങളുണ്ട്. എൻ്റെ രൂപത തന്നെ 23,367 ചതുരശ്ര കിലോമീറ്ററാണ്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പകുതിയിലധികം വലിപ്പമുണ്ട്. കേരളം 38,000 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ അവിടെ പിന്നെ അത്രയും വിസ്തൃതമായ ഒരു സ്ഥലത്ത് വേല ചെയ്യുവാനായിട്ട് വൈദികർ തീരെ കുറവാണ്. അപ്പം പിന്നെ സാധാരണയായിട്ട് മാമോദിസ സ്വീകരിച്ച പിന്നെ അവർ വിശ്വാസമുള്ളവരെ അവരെ പിന്നെ ഇത് പഠിപ്പിക്കുവാനായിട്ട്, വിശ്വാസം പഠിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത് അവർ പിന്നെ എന്താണ് അവരുടെ സമയം ചിലവഴിച്ച് അവർ ഈ വിശ്വാസത്തെപ്പറ്റി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ശരിക്കും അവിടെ ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുന്നത്. തീർച്ചയായും പിതാവേ, സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും സാമ്പത്തികപരമായും വളരെ പിന്നിലായിരുന്ന ഒരു ദേശത്തെ, ഒരു സമൂഹത്തെ, വ്യക്തികളെ യഥാർത്ഥത്തിൽ മിഷണറിമാർ കൈപിടിച്ചുയർത്തി പുതിയ ഒരു ജീവിതക്രമം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ രൂപതയിൽ തന്നെ ആദ്യത്തെ മിഷണറിമാർ ഫ്രഞ്ചുകാരായിരുന്നു. അവർ വന്നിട്ട് 100 വർഷം കഴിഞ്ഞിരുന്നു ചില സ്ഥലങ്ങളിൽ, ആദ്യത്തെ മാമോദിസ ഒക്കെ സ്വീകരിച്ചതിന് ശേഷം. പക്ഷേ ഇനിയും ഒത്തിരി സ്ഥലങ്ങളിൽ ആ വിശ്വാസം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് അവരോട്, ആ ജനങ്ങളോട് പറഞ്ഞിട്ട് വിശ്വാസത്തെപ്പറ്റി പറഞ്ഞിട്ട്, ഞങ്ങൾ വിശ്വാസത്തെപ്പറ്റി ആദ്യം നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഈ അവരുടെ ആ ജീവിത രീതിയെപ്പറ്റി, അവരെ ആ നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് സ്കൂളുകൾ ഉണ്ടാക്കുന്നതിനെപ്പറ്റി നമ്മൾ സ്കൂളുകൾ ഉണ്ടാക്കുകയല്ല ആദ്യം ചെയ്യുന്നത്. അവരോട് പറയും സ്കൂളിൻ്റെ ആവശ്യം എന്താണ്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്. അതിനുശേഷം അവർ ആ സ്കൂളുകൾ ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ഇന്ന വിധിയിൽ അവിടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച്, മരവോ അല്ലെങ്കിൽ പുല്ലോ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ചെറിയ ഷെഡുകൾ ഉണ്ടാക്കിയിട്ട്, ആ ഷെഡുകൾ ക്ലാസ് റൂമിൽ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പറയും നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളതിന് നിങ്ങളെ സഹായിക്കാം, പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കാം അങ്ങനെയെന്ന്. പക്ഷേ അവരെ തന്നെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. അപ്പം അവരുടെ ആവശ്യത്തെപ്പറ്റി അവർ ബോധവാന്മാരായി തീരണം. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമല്ല അവരുടെ ആവശ്യം. അപ്പോൾ അതേപ്പറ്റി ചിന്തിക്കുവാനായിട്ട് അവരുടെ ഒന്നായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്, കൂട്ടി സംസാരിക്കുക എന്നുള്ളതാണ്. പിതാവേ, ഈ മഡഗാസ്കർ മാത്രമല്ല, ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ വിവിധ രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ വൈദികരുടെ
അഭാവം കൊണ്ട്, സന്യസ്തരുടെ അഭാവം കൊണ്ട്, ദൈവവിളികൾ കുറവായതുകൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയാതെ പോകുന്ന ഒരു ജനവിഭാഗമാണ് അവിടെയുള്ളത്. ഇപ്പോൾ കേരള സഭ എടുത്തു കഴിഞ്ഞാൽ സീറോ മലബാർ ആയിക്കോട്ടെ, മലങ്കര ആയിക്കോട്ടെ, ലത്തീൻ സഭയായിക്കോട്ടെ, അവിടെ വരുന്ന നവവൈദികർ അവരെ ആദ്യത്തെ 1 വർഷമോ 2 വർഷമോ ഇത്തരം മിഷൻ പ്രദേശങ്ങളിലേക്ക് ഒരു മിഷനറിയായി വിടുകയാണെങ്കിൽ അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളരെ ഗുണകരമാകും. അതുപോലെ തന്നെ ആ ഒരു തീഷ്ണതയിൽ, നവവൈദികനായ തീഷ്ണതയിൽ ഇതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ അവിടെ ഒരു വലിയ വിപ്ലവം, അല്ലെങ്കിൽ അവിടെ ദൈവരാജ്യം ഇന്നത്തേൻ്റെ 100 ഇരട്ടി വ്യാപ്തിയിൽ അവിടെ പ്രചരിക്കപ്പെടും, പ്രഘോഷിക്കപ്പെടുമെന്നാണ് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ സാധാരണയായിട്ട് ഞങ്ങൾ റീജിയൻസി കാലത്ത് സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു ഇടവകയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് കുറച്ച് പാസ്റ്ററൽ ലൈഫിനെ പറ്റി, ജീവിതത്തെപ്പറ്റി അവർ പഠിക്കാറുണ്ട്. അച്ഛന്മാരുടെ കൂട്ടത്തിലോ അതുപോലെ അത് വളരെ സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കൊച്ചച്ഛന്മാരൊക്കെ അങ്ങനെ ഒരു മിഷൻ രൂപതയിൽ പോയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം സഹായം ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഉദാഹരണമായിട്ട് ഇവിടെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഉണ്ട് ബാംഗ്ലൂർ. അവിടെ പഠിച്ച് ഡോക്ടേഴ്സ് ആകുന്നവർ വില്ലേജിൽ 1 വർഷം പോയി കംപ്ലീറ്റ് ആയിട്ട് അവർ സേവനം ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. എന്നതുപോലെ നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ആഫ്രിക്കയിലേക്കൊന്നും പോകണം നിർബന്ധമില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല പ്രദേശങ്ങളിലും മിഷൻ പ്രദേശങ്ങളുണ്ട്, അവിടത്തേക്ക് പോകാം. ഇങ്ങനെ ദൂരെയുണ്ട്. ഇപ്പോൾ ഞാനിവിടെ CMI സഭയുടെ അച്ഛന്മാർ, ഏകദേശം 12 അച്ഛന്മാർ അവിടെ 3 രൂപതകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ റീജിയൻസ് ചില ബ്രദേഴ്സ് അവിടെ വന്ന് അവർ അത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരാനായിട്ട് ഇഷ്ടപ്പെടുന്നു ഉള്ളതാണ്. കാരണം വളരെ ഒരു സാഹസികമായ ഒരു ജീവിതമാണ് അവിടെയുള്ളത്. അപ്പോൾ അത് എല്ലാം ദൈവ പദ്ധതിയാണെന്ന് ഓർത്തിട്ട് ദൈവത്തെ മഹത്വത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അപ്പം വൈദികർ പ്രത്യേകമായിട്ട് സന്നദ്ധരാകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും പിതാവേ, നമ്മൾ ഇപ്പോൾ മഡഗാസ്കറിലൊക്കെ നമ്മളവിടെ സുവിശേഷ പ്രഘോഷണം നടത്തുന്നു. നമ്മുടെ അവിടുത്തെ ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ സംസ്കാരങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ പിതാവിന് തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മിഷണറി ആയിരിക്കുക എന്നുള്ളത് അവരുടെ ആ സംസ്കാരത്തെപ്പറ്റി നാം പഠിക്കുക, അവരുടെ സമ്പ്രദായങ്ങളെപ്പറ്റി നാം പഠിക്കുക, അത് നല്ലത് നാം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരം അവരെ പഠിപ്പിക്കുവാനായിട്ടല്ല നാം പോകുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകതയുള്ളത്. നമുക്കത് ഞാനൊരു പേരിൻ്റെ കാര്യം തന്നെ പറയുന്നത്, ഞാൻ മിഷണറിമാരും അവരോടും പറയാനുണ്ട്, വിശുദ്ധരുടെ പേരുകൾ ഉപയോഗിച്ചാൽ അതിനൊരു അർത്ഥമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഉദാഹരണമായിട്ട് നമ്മൾ പണ്ടത്തെയൊക്കെ നല്ല വിശുദ്ധരുടെ പേരുകളുണ്ടായിരുന്നു. ഇന്ന് മാമോദിസ പേരുകളുണ്ട്, പക്ഷേ സാധാരണ വിളിക്കുന്ന പേരുകൾ വേറെയാണ്. അത് അവർക്കൊരു അർത്ഥവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് അൽഫോൻസാമ്മ ആരാണെന്നുള്ളത് അവരെ പറ്റി പറയാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അത് ഞാൻ പുതിയതായിട്ട് വരുന്ന മഡഗാസ്കറിലേക്ക് വരുന്ന മിഷണറിമാരോട് പറയാറുണ്ട്. ഫാദേഴ്സ് ആണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും അതേപോലെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഏകദേശം 70ഓളം മിഷണറിമാർ ഇപ്പം മഡഗാസ്കറിൽ എത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടും ഇപ്പോൾ CMI അച്ഛന്മാരുണ്ട്, SVD അച്ഛന്മാരുണ്ട്, അതുപോലെ വേറെ വിൻസെൻറ്റ് 38ഓളം കോൺഗ്രിഗേഷൻസ് അല്ലേ, വിവിധ കോൺഗ്രിഗേഷൻസ് അവിടെ ഉണ്ടെന്ന് 36. അതെ, അവിടെ ഉണ്ട്. അപ്പം അവിടെ ധാരാളം വൊക്കേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ ദൈവവിളികൾ അവിടെ ധാരാളം. മഡഗാസ്കർ രൂപതയ്ക്ക് പുതിയ ദൈവവിളികൾ ഉണ്ടായിട്ടുണ്ട്. മഡഗാസ്കറിൽ 22 രൂപതകളുണ്ട്. എൻ്റെ അതിൽ ഒരു രൂപത മാത്രമാണ് പോർബേർഷെ. എൻ്റെ രൂപതയിൽ ദൈവവിളി വളരെ കുറവാണ്. എന്തെന്നാൽ ഞാൻ പറഞ്ഞു 92% ജനങ്ങൾക്കും നമ്മുടെ വിശ്വാസത്തെപ്പറ്റി അറിയില്ല. അപ്പം ഒരു വൈദിക വിദ്യാർത്ഥി സാധാരണയായിട്ട് മാമോദിസ സ്വീകരിച്ചിട്ടുണ്ട്, അത് കുദാശകൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ആ വിദ്യാർത്ഥിയെ കൂടുതലായിട്ട് പഠിപ്പിക്കണം വിശ്വാസത്തെപ്പറ്റി. അങ്ങനെ ചിലപ്പം പലരും വൈദികരായിട്ടുണ്ട്, അവരുടെ ആ കുടുംബ അംഗങ്ങൾ ക്രിസ്ത്യാനി ആയിരിക്കുകയില്ല. എനിക്കറിയാം, പട്ടം കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം പുത്തൻ കുർബാന ചെല്ലുന്ന സമയത്ത് മാതാപിതാക്കളെ മാമോദിസ മുക്കിയവരുണ്ട്, വിവാഹം കുദാശകൾ ആശീർവദിച്ചവരുണ്ട്. അങ്ങനെ അതുവഴി സന്തോഷമാണ് അവർക്ക് കൊടുക്കുന്നത്. ചിലർ വൈദികരുടെ ആ കുടുംബാംഗങ്ങൾ ഉടനെ തന്നെ ക്രിസ്ത്യാനിയാകുകയല്ല, കുറച്ച് സമയം. അപ്പോൾ ഞാൻ പറയും, ഒരു വൈദികൻ അവരുടെ ജീവിതത്തിൽ ഈ വൈദികൻ അനുഭവിച്ച യേശുവിൻ്റെ ആനന്ദവും യേശുവിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മാത്രം മതി. സഭ തിടുക്കം കൂട്ടാറില്ല, സഭ ഒരിക്കലുമില്ല. പിതാവ് പറഞ്ഞ പോലെ മനപരിവർത്തനങ്ങൾ മാത്രമേ. അതെ, ഞാൻ അവരോട് പറയാറുണ്ട്, ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സമർപ്പിത അല്ലെങ്കിൽ ഒരു ബ്രദർ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും ആ കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കുടുംബം, ഇവിടെ തിരുസഭ കുടുംബം വലിയ രൂപത, ഞാൻ തലശ്ശേരിയിലെ അതിരൂപത, ഇവിടുത്തെ വൈദികർ, ഇവിടുത്തെ സമർപ്പിതർ, അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ദിവസവും. അതുപോലെ ഇടവക,
ഞാനും പിന്നെ മാമോദിസ സ്വീകരിച്ച ഇടവക, അതുപോലെ ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അത് തന്നെ, കാരണം അവരിൽ പലപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അവർക്ക് നമ്മളെ കുടുംബാംഗങ്ങളെ ഓർത്ത് ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. കുർബാനയ്ക്ക് മുമ്പ്, അതുപോലെ കൊന്ത ചെല്ലുന്ന സമയത്ത് പിന്നെ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥന പിന്നെ ചോദിക്കാറുണ്ട് കുടുംബാംഗങ്ങൾ. അവിടുത്തെ ഒരു ക്രൈസ്തവർ, ഇപ്പം പിതാവ് പറഞ്ഞല്ലോ 26,000-ലധികം 38,000 ക്രൈസ്തവർ അവിടെ ഉണ്ട്. അവരുടെ ആചാര രീതികൾ എങ്ങനെയാണ്? അവരുടെ ആചാര രീതികൾ നമ്മളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനൊത്തിരി ക്ഷമ വേണം. ഇപ്പം മഡഗാസ്കറിൽ ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തി പഠിക്കുന്ന കാര്യം ക്ഷമയാണ്. ഒത്തിരി ക്ഷമ വേണം. നമ്മുടെ ആ ക്ഷമയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. അതെ, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അതെ. ജനങ്ങൾ ചിലപ്പം ഒരു വണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വണ്ടി ഉള്ള സ്ഥലങ്ങളിൽ അവർ രാവിലെ മുതൽ അവിടെ കാത്തു നിൽക്കുകയാണ്. അത് അന്ന് വണ്ടി കിട്ടിയില്ലെന്ന് വരില്ല, പിറ്റേ ദിവസം ആയിരിക്കും ചിലപ്പോൾ വണ്ടി കിട്ടുന്നത്. അതുപോലെ നടക്കുന്നതിന് ക്ഷമ വേണം. അപ്പോൾ ആ ഒരു നല്ലൊരു കാര്യം ക്ഷമയാണ് ആദ്യം പഠിക്കുന്നത്. പിന്നെ ഒന്നും നമുക്ക് വേഗം ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. എല്ലാം ദൈവം ഇതൊരു വേഗതയുടെ കാലഘട്ടമാണ്, വേഗതയുടെ നൂറ്റാണ്ടാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ വേഗത മറന്ന് വളരെ ശാന്തനായി, അല്ലേ, കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് ചെയ്യേണ്ടി വരും. ഉദാഹരണമായിട്ട് അവിടുത്തെ ആ ജനങ്ങളോട് നമ്മൾ പിന്നെ ദേഷ്യത്തിൽ പറഞ്ഞാൽ അതെന്താണെന്ന് അവർക്ക് മനസ്സിലാകില്ല. പിതാവ്, ഈ ട്രൈബൽസ്, പൊതുവിൽ ആഫ്രിക്കൻ ട്രൈബൽസ് അവർ തമ്മിൽ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുകയും അവർ തമ്മിൽ എപ്പോഴും അവർ അക്രമവാസന കൂടുതലായി കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ മഡഗാസ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ മഡഗാസ്കറുകാർ പൊതുവിൽ വളരെ സഹിഷ്ണുതയുള്ളവരും വളരെ സാഹോദര്യമുള്ളവരും ശാന്തരുമാണെന്ന് പറഞ്ഞു കേൾക്കും. പിതാവിൻ്റെ അനുഭവത്തിൽ എന്താണ്? തീർച്ചയായിട്ടും മഡഗാസ്കറിലെ ജനങ്ങൾ സമാധാനപ്രിയരാണ്, സഹിഷ്ണുതയുള്ളവരാണ്. ഞാൻ ഒരിക്കലും അവർ അടി കൂടുന്നത് കണ്ടിട്ടില്ല. ഒറ്റ മനുഷ്യരും അവർ ചില വാക്കാലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ ഒത്തിരി ക്ഷമയുള്ളവരാണ് അവർ. ഞാൻ ആദ്യം ഓർക്കുകയാണ്, അവിടെ 1990 ടെലിവിഷൻ വന്നത്. അതിനു മുമ്പ് അവിടെ കൊല എന്ന് കേട്ടിട്ടില്ല. അങ്ങനെ കൊല്ലുകയില്ലായിരുന്നു മനുഷ്യരെ. അത്രത്തെ ഒരു നല്ലൊരു മനുഷ്യരാണ് പിന്നെ ഗോത്രവർഗ്ഗക്കാർ. ഇപ്പോൾ അതിനുശേഷം ടെലിവിഷൻ വന്നതിന് ശേഷമാണ് ഈ കളവൊക്കെ ഈ ടെലിവിഷനിൽ കൂടിയാണ്, അല്ലെങ്കിൽ സിനിമയിൽ കൂടിയാണ് അവർ പഠിക്കുന്നത്. അത് ഒരിക്കൽ ചിലർ പോയിട്ട് ബാങ്ക് കൊള്ള ചെയ്തു. അപ്പോൾ ആ ബാങ്ക് കൊള്ള ചെയ്ത് ഇതെങ്ങനെയാണ് അത് പഠിച്ചത്? അത് ഞങ്ങൾ ആ സിനിമയിൽ കണ്ടു എന്ന് പറഞ്ഞു, വീഡിയോയിൽ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ നല്ല വശങ്ങൾ സാധാരണ ഇവർ പഠിക്കുകയില്ല, ചീത്ത വശങ്ങൾ പഠിക്കുന്നത് സാധാരണ സിനിമയിൽ കൂടിയാണ്. അത് കാരണം നമ്മുടെയൊക്കെ ഇവിടെ ആദ്യം സിനിമ വന്നപ്പോൾ പിന്നെ ഫിലിം ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. അതിപ്പോൾ ഇത് സിനിമയാണ്, ഇത് യഥാർത്ഥ ജീവിതമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും അവിടെയില്ല. ശരിക്കും പറഞ്ഞാൽ സഭയ്ക്ക് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ രംഗത്ത്, അല്ലെങ്കിൽ മാധ്യമ രംഗത്ത് സഭ കുറച്ചുകൂടി കൂടുതൽ അഗ്രസീവായി അവിടുത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലേ? അതെ, അവിടെ ഡോൺ ബോസ്കോ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇതുവരെയും ടെലിവിഷന് ഇത് പെർമിഷൻ കൊടുത്തിട്ടില്ല. റേഡിയോ ഉണ്ട് ഡോൺ ബോസ്കോയുടെ, അത് മിക്ക എല്ലാ രൂപതകളിലും തന്നെ ഉണ്ട്. അത് ഞങ്ങൾക്കൊരു പഠിപ്പിക്കുന്നതിനും ഞങ്ങളുടെ വാർത്തകൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിനും അത് സഹായിക്കുന്നുണ്ട്. ലോകം മുഴുവൻ പോയി നിങ്ങൾ എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന് പറഞ്ഞവൻ്റെ പാദങ്ങൾ പിന്തുടർന്നാണ് അങ്ങ് ഇന്ത്യയിലെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് മഡഗാസ്കർ എന്ന ആഫ്രിക്കയിലേക്ക് എത്തിപ്പെട്ടത്. പിതാവേ, മഡഗാസ്കറിലേക്കുള്ള യാത്രയുടെ വഴികൾ ഒന്ന് പറയാമോ? കൊച്ചുനാൾ മുതൽ തന്നെ ഒരു മിഷണറി ആകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക്. ഇവിടെ നെല്ലിക്കാമ്പൊയിൽ ഇടവകയിലെ മിഷൻ ലീഗിലെ ഒരു അംഗമായിരുന്നു. ആ സമയത്ത് ഈ ഇടവകയിലുള്ള എല്ലാ വീടുകളിലും തന്നെ മിഷൻ ലീഗിൻ്റെ പിരിവെടുത്തിട്ട് അത് ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന മിഷണറിമാർക്കായി അയക്കുന്നതിൽ ഒത്തിരി സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട്. ആ സമയം മുതൽ അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന വൈദികരും ഇവിടെ നേതൃത്വത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതിൽ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ നല്ലൊരു മിഷണറിയായി തീരുവാനായിട്ട് ആഗ്രഹിച്ച് ഞാൻ 1971 അന്ന് ചിക്കമംഗളൂർ രൂപതയുടെ അധ്യക്ഷനായിരുന്ന അൽഫോൺസ് മത്തയാസിനെ കാണുവാനായിട്ട് എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുടെ മകനായ ഫ്രാൻസിസ് മനപ്പുറവ് ഒന്നിച്ച് അവിടെ ചെന്നു. എൻ്റെ ഒരു കസിനും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ പിതാവ് പറഞ്ഞു, മലയാളികളെ ഒന്നും എടുക്കുന്നില്ല, നിങ്ങൾ വന്നതല്ലേ, നിങ്ങൾ വന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ മംഗലാപുരം സെൻറ്റ് ജോസഫ് സെമിനാരിയിൽ പോയി പഠിത്തം ആരംഭിക്കുവാൻ പറഞ്ഞു.
അപ്പോൾ അധികം ദിവസമല്ലായിരുന്നു. ഞങ്ങൾ ഉടനെ തന്നെ അത് പോകാനുള്ള തയ്യാറെടുപ്പെടുത്തു. 1971 ജൂൺ 30 സെൻറ്റ് ജോസഫ് സെമിനറി മംഗലാപുരത്തിൽ എത്തി. ആ സമയത്ത് നമ്മുടെ വർഗീസ് ചക്കാലക്കൽ പിതാവും ഞങ്ങൾ ഒന്നിച്ച് പഠിത്തം ആരംഭിച്ചതാണ്. അതിനുശേഷം ഞാൻ അവിടെ ചിക്കമംഗളൂരിൽ തന്നെ ഒരു വൈദികനായി പഠിത്തം മൈസൂരിലും അതുപോലെ ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിലും ആണ് തീർത്തത്. ശേഷം പുത്തൻ കുർബാനയുടെ സമയത്ത്, ഗുരുപ്പട്ടത്തിൻ്റെ സമയത്ത് പിതാവിനോട് പറഞ്ഞു, ഡീക്കന് വേണമെങ്കിൽ പുറത്ത് പോയിട്ട് ഗുരുപ്പട്ടം സ്വീകരിക്കാം, അന്നേരം വേറെ പിതാക്കന്മാരെ ഗുരുപ്പട്ടം തരുന്നതിനായിട്ട് നോക്കണം, അതല്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ രൂപതയിൽ തന്നെ ഗുരുപ്പട്ടം തരാം, അപ്പം ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക എന്ന്. അപ്പം എനിക്കൊത്തിരി മാതാവിനോട് ഒത്തിരി ഭക്തി ഉണ്ടായിരുന്നു. ആ മാതാവിൻ്റെ മാസമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പം ഈ പണ്ടൊക്കെ വണക്കവാസം വീടുന്നത് മെയ് 31 അപ്പം മെയ് 31 മാതാവ് ഏലിശാമ്മയെ സന്ദർശിച്ച ആ തിരുനാൾ ദിവസമാണ് എന്നെ ഒരു ഗുരുവായി ഒരു വൈദികനായി ദൈവം സ്വീകരിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുത്ത ദിവസം. അതുപോലെ എന്തെന്നാൽ എനിക്ക് കൊച്ചുനാൾ മുതൽ തന്നെ മാതാവിനോട് ഒത്തിരി ഭക്തി. അതുകൊണ്ടാവാം പിതാവ് മാതാവിൻ്റെ മാസം, ആദ്യ കുർബാന മാതാവിൻ്റെ മാസമാണ്, വൈദികനായ ഓർഡിനേഷൻ മാതാവിൻ്റെ മാസമാണ്, അതുപോലെ തന്നെ മെത്രാനച്ചനായത് മാതാവിൻ്റെ മാസത്തിലാണ് എൻ്റെ ഓർഡിനേഷൻ നടന്നത്. അങ്ങനെ മാതാവിൻ്റെ മാസം ബോധപൂർവം തിരഞ്ഞെടുത്ത് മാതാവിനോടുള്ള ഭക്തി ഹൃദയത്തിൽ സൂക്ഷിക്കുകയായിരുന്നു. അതെ, തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്നും അതുപോലെ ഇടവകയിൽ നിന്നും അതുപോലെ വൈദികരിൽ നിന്നും അതുപോലെ മറ്റുള്ള സിസ്റ്റേഴ്സിൽ നിന്നും മതാധ്യാപകരിൽ നിന്നും കിട്ടിയിരുന്ന വിശ്വാസം, ഭക്തി, പ്രത്യേകമായ മാതാവിനോടുള്ള. ഞാൻ എടൂർ സെൻറ്റ് മേരീസ് ചർച്ചിലാണ് എന്നെ മാമോദീസ മുക്കിയത്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ, നിന്നെ അമ്മയ്ക്ക് അടിമ വെച്ചിരിക്കുകയാണ്, അമ്മയുടെ മകനാണ് നീ എന്ന്. അപ്പം അത് വീട്ടിൽ തന്നെയാണെങ്കിലും കുരിശ് വരയ്ക്കുകയും ജപമാല ചൊല്ലുകയും സ്തുതിഗീതങ്ങൾ പാടുന്നതും എല്ലാം വീട്ടിൽ നിന്നും പഠിച്ചു. അതുപോലെ നന്നായിട്ട് ആ മാതാവിൻ്റെ ഭക്തിയിൽ വളരുവാനായിട്ട് മാതാപിതാക്കൾ എന്നെ സഹായിച്ചു. അതുപോലെ ഗുരുഭൂതന്മാരും പ്രത്യേകിച്ച് മതാധ്യാപകരും എന്നെ നന്നായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. പിതാവ് പറഞ്ഞു, ഞാൻ മിഷൻ ലീഗിലൂടെ പ്രവർത്തിച്ചു, അത് മിഷണറി ആകാൻ പ്രയോജനം. പിതാവ് അക്കാലത്ത് ഇന്നത്തെ പോലെ മൊബൈലുകളൊന്നും ഇല്ലാതിരുന്നൊരു കാലമാണ്. വായനയുടെ ഒരു വർണ്ണ വസന്തം ചെറുപ്പത്തിലുണ്ടായിരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് പിതാവ് കടന്നുപോയത്, പിതാവിൻ്റെ ചെറുപ്പകാലം കടന്നുപോയത്. അപ്പോൾ ക്രൈസ്തവ മാസികകൾ, പിതാവിനെ ഈ ക്രൈസ്തവ മാസികകളുടെ വായന, അത് പിതാവിനെ ഈ ഒരു മിഷണറിയായി പ്രചോദിപ്പിക്കുവാൻ, മിഷൻ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ സഹായിച്ചിട്ടില്ലേ? ചെറുപ്പത്തിൽ തന്നെ വായനാശീലം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ചാച്ചനും അതുപോലെ കുടുംബത്തിലെ മറ്റുള്ളവരും വായനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ടിട്ട് എനിക്കും ആ വായനാശീലം കിട്ടി. പ്രത്യേകിച്ചും ദീപിക ദിനപത്രവും അതുപോലെ മറ്റുള്ള ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളായ ഗിരിദീപം അതുപോലെ അമ്മ മാസിക ഒക്കെ വായിച്ച് അതിൽ നിന്നും പ്രത്യേകമായിട്ടും നോർത്ത് ഇന്ത്യയിൽ മിഷണറിമാർ ചെയ്തിരുന്ന ശുശ്രൂഷകളെ പറ്റി പഠിച്ചു. അപ്പോൾ എനിക്കും ഒരു വൈദികനാണ്, ഒരു മിഷണറി ആകണമെന്ന ആഗ്രഹം ചെറുപ്പത്തിൽ തന്നെ. മിഷൻ ലീഗ് ഒത്തിരി എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. പ്രേക്ഷിത കേരളത്തിൽ കൂടി പ്രത്യേകിച്ചും നമ്മുടെ പ്രേക്ഷിതരുടെ ആ ശുശ്രൂഷകളെപ്പറ്റി ധാരാളം കണ്ടു. അപ്പോൾ എനിക്കതൊരു ഉന്മേഷമായിരുന്നു, അതേപോലെ ഒരു മിഷണറി വൈദികനാകുവാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പഠിത്തം കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും ചിക്കമംഗ്ലൂരിലെ ബിഷപ്പിൻ്റെ അടുത്ത് പോയായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു കസിന്, അത് ഞാൻ പറഞ്ഞല്ലോ, തുടർന്നാണ് മഡഗാസ്കറിലേക്കുള്ള യാത്ര. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മഡഗാസ്കർ എന്ന മഹാദ്വീപിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ശാലോം ടി വിയിലെ പ്രേക്ഷകരുമായി നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് പങ്കുവച്ചത്. വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത് കാണുന്നതുവരെ വിടാം.